നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ നടുക്കിക്കൊണ്ടിരിക്കുന്ന CMRL എക്സാലോജി കേസ് ഇപ്പോൾ വെറും സാമ്പത്തിക ക്രമക്കേടിന്റെ ആരോപണമായി മാത്രം നിൽക്കുന്നില്ല. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നോ എന്ന അതീവ ഗുരുതരമായ ചോദ്യത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT കമ്പനിയായ എക്സാലോജിക്കിന് സേവനം നൽകാതെയാണ് കോടികൾ നൽകിയതെന്ന ആരോപണം ഇതിനോടകം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ED അന്വേഷണം ശക്തമാവുകയും മുൻ മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള ഇടങ്ങളിൽ പരിശോധന നടക്കുകയും ചെയ്തതോടെ കേസിന്റെ രാഷ്ട്രീയ ഭീകരതയും വർദ്ധിച്ചിരിക്കുകയാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ അന്വേഷണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയിൽ മാത്രം ഒതുങ്ങില്ല എന്ന് ED വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. CMRL നിന്ന് പണം കൈപ്പറ്റിയ മുഴുവൻ പേരിലേക്കും അന്വേഷണം നീളുമെന്നും ഇത് നിലവിലെ മന്ത്രിസഭയിലെ അംഗങ്ങളിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട് എന്നും ED വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. CMRL മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും EDയുടെ നിരീക്ഷണത്തിലാണ്. പണം എവിടെയൊക്കെ പോയി എന്ന മണി ട്രെയിൻ ആണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. വീണയ്ക്കും എക്സാലോജിക്കിനും പുറമെ പണം കൈപ്പറ്റിയ മറ്റു പ്രമുഖരിലേക്കും അന്വേഷണം നീളും. പിണറായിയുടെ വീട്ടിൽ ഉൾപ്പെടെ നടന്ന റെയ്ഡ് ഒരു തുടക്കം മാത്രമാണെന്നതാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, EDയുമായി ബന്ധപ്പെട്ട കുറിപ്പിലടക്കം പറയുന്നത് ഈ CMRL നിന്ന് പണം കൈപ്പറ്റിയ മുഴുവൻ പേരിലേക്കും അന്വേഷണം ഉണ്ടാകും എന്നതാണ്. CMRL വഴി 132 കോടി രൂപയുടെ വ്യാജ ചെലവുകളും 182 കോടിയോളം രൂപയുടെ സാങ്കല്പിക ഇടപാടുകളും നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവയെ കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം എന്ന നിലയിലാണ് ED കണക്കാക്കുന്നത്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ എക്സാലോജിക്കിലേക്ക് പണം കൈമാറിയത് ശരിയായ നടപടിയല്ല എന്ന് ED വിലയിരുത്തുന്നു. CMRലുമായി ബന്ധപ്പെട്ട് നടത്തിയ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും പരിശോധനയിലേക്ക് എത്തുമ്പോൾ ആർക്കൊക്കെ പണം പോയി എന്നടക്കമുള്ള കാര്യങ്ങളും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് വരും എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. കോടതി ഉത്തരവിലൂടെ അന്വേഷണ തടസ്സങ്ങൾ നീങ്ങിയതോടെ 12ഓളം കേന്ദ്രങ്ങളിലാണ് ED വിപുലമായ റെയ്ഡ് നടത്തിയത്. CMRL ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെന്നും അതിൽ KSIDCക്ക് ഓഹരി പങ്കാളിത്തമുണ്ട് എന്നും അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയുള്ളപ്പോൾ പണത്തിന്റെ ഉപയോഗത്തിലും വിനിയോഗത്തിലും ചില നിഷ്ഠകൾ ഇല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. അതിവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത്. ഈ പണം എവിടെയൊക്കെ പോയി എന്നത് സംബന്ധിച്ചുള്ള മണി ട്രെയിൻ ആണ് ED പരിശോധിക്കുന്നത്. CMRൽ നിന്ന് എക്സാലോജിക്കിലേക്ക് ഇല്ലാത്ത സേവനത്തിന് പണം പോയിട്ടുണ്ട്. അത് ശരിയായ നടപടിയല്ല എന്ന് കണ്ടുകൊണ്ടാണ് ED മുന്നോട്ട് വരികയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടന്നത്. പക്ഷെ അതിന് സമാനമായിട്ട് മറ്റു പലരിലേക്കും പണം പോയിട്ടുണ്ടെന്നത് വ്യക്തമാണ്. ഇത് ആർക്കൊക്കെ പോയി, എന്തിനൊക്കെ പോയി, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു ക്രൈം തന്നെയാകുമെന്നാണ് ED മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള തുടർ പരിശോധനകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി VD സതീശൻ മൗനം തുടരുകയാണ്. മുൻപേ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ നിലപാടെടുത്തിരുന്ന VD സതീശൻ ഇപ്പോൾ പുലർത്തുന്ന നിശബ്ദതയും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. EDയുടെ നീക്കം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സൂചന. രാഷ്ട്രീയമായും നിയമപരമായും ഈ കേസിന് വലിയ പ്രാധാന്യമാണ് കൈവന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരാണ്. നേരിട്ട് പ്രതിപട്ടികയിൽ ഇല്ല എങ്കിലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് സർക്കാർ സ്വാധീനത്തിന്റെ പേരിൽ അനുകൂല ഇടപാടുകൾ ലഭിച്ചോ എന്ന സംശയമാണ് പ്രതിപക്ഷവും അന്വേഷണ ഏജൻസികളും ഉയർത്തുന്നത്. കൂടാതെ മുൻ മന്ത്രിമാരും ചില ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും അന്വേഷണ പരിധിയിലേക്ക് വരാമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വകാര്യ കമ്പനിയുടെ സാമ്പത്തിക ഇടപാട് മാത്രമല്ല, അധികാര കേന്ദ്രങ്ങളുമായി ബന്ധമുള്ള സാമ്പത്തിക സ്വാധീനത്തിന്റെ കേസ് എന്ന രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കേരളം മുൻപും രാഷ്ട്രീയ അഴിമതി ആരോപണങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിന്റെ പ്രത്യേകത അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന കേന്ദ്രവുമായി ആരോപണങ്ങൾ ബന്ധിക്കപ്പെടുന്നു എന്നതാണ്. ഒരു മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയുടെ മകളുടെ കമ്പനിക്ക് സേവനമില്ലാതെ പണം ലഭിച്ചുവെന്ന ആരോപണം തന്നെ ജനാധിപത്യ സംവിധാനത്തിന് വലിയ ആഘാതമാണ്. അതുകൊണ്ടാണ് ഈ കേസിൽ നിയമപരമായ സത്യാവസ്ഥ പുറത്തു വരണമെന്ന ആവശ്യം ശക്തമാവുന്നത്. ഇപ്പോൾ കേരളം കാത്തിരിക്കുന്നത് ഒരു നിർണായക ഉത്തരത്തിനാണ്. ഇത് വെറും രാഷ്ട്രീയ ആരോപണമോ അതോ അധികാര സ്വാധീനം ഉപയോഗിച്ച് നടന്ന വൻ സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ സൂചനകളോ? ED അന്വേഷണവും കോടതി വിധികളും അതിന് ഉത്തരം പറയും.